സല്യൂട്ട് മീഡിയ ഇന്ന് എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ദേവഗിരി എന്ന സ്ഥലത്ത് ലാൻസ് നായക് പ്രദീപ് കുമാർ എന്ന മുൻ സൈനികൻ്റെ അനുഭവങ്ങൾ കേട്ടറിയാൻ വേണ്ടിയിട്ടാണ്. നമസ്കാരം സാർ. നമസ്കാരം. മുഴുവൻ പേര് പ്രദീപ് കുമാർ NP, എക്സ് ലാൻസ് നായക് പ്രദീപ് കുമാർ NP. സാറിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു, ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ തന്നെയാണ്. ഞാൻ നിങ്ങൾ ഇവിടേക്ക് വരുന്ന വഴിക്ക് തന്നെയുള്ള ഒരു സേവിയ LP ഹൈസ്കൂളിനുണ്ട്. ആ ഹൈസ്കൂളിലാണ് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസം ഒരു വയനാടുണ്ട്, ഇവിടെ 7ാം ക്ലാസ് വരെ അവിടെ പഠിച്ചത്. അവിടെയായിരുന്നു. സാറ് ഏത് വർഷത്തിലാണ് ആർമിയിൽ ജോയിൻ ചെയ്യുന്നതെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? 1980 സെപ്റ്റംബർ 9. 80 സെപ്റ്റംബർ 9. കുറഞ്ഞ വർഷം ഞാൻ സർവീസ് ചെയ്തിട്ടുള്ളൂ. എത്ര വർഷം ചെയ്തു സാർ? 7ാമത്തെ വർഷം പോന്നു. 7ാമത്തെ വർഷം. 7ാമത്തെ വർഷത്തിൽ നമ്മുടെ കാൽ രണ്ടും നഷ്ടപ്പെടുന്നതും ഈ കൈവിരൽ ഇതും നഷ്ടപ്പെടുന്നു. ഈ 7 വർഷം സർവീസ് പൂർത്തിയായപ്പോഴാണ്. 6.5 വർഷം പൂർത്തിയായതിൻ്റെ 6.5 വർഷം പൂർത്തിയായപ്പോൾ. സാർ, ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സാർ സ്വന്തം ഇഷ്ടം കണ്ടാണോ സൈന്യത്തിൽ ചേർന്നത്, അതോ ഒരു ജോലി വേണം എന്നുള്ള ഉദ്ദേശമാണോ, അതോ എൻ്റെ നിലനിൽപ്പിന് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടിയേ മതി എന്നോ സാർക്ക് അത് ഓർക്കാൻ പറ്റുന്നുണ്ടോ? അതെന്താ, ഏതൊരു ആർമിക്കാരനും അല്ലെങ്കിൽ ഏതൊരു ഡിഫൻസുകാരനും നമ്മൾ രാജ്യസ്നേഹിന്ന് നമ്മൾ ഉള്ളിലെ വിളിച്ചോതാനൊന്നും പറ്റില്ല ആരെയും. പക്ഷെ നമ്മൾ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞ ശേഷം ആണ് നമ്മൾ രാജ്യസ്നേഹിയായി മാറുന്നത്. പിന്നെ അത് നമ്മൾക്ക് എൻ്റെ പ്രത്യേകമായിട്ട് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഗോവിന്ദൻ നായർ എന്ന് പറയും. അദ്ദേഹം കോഴിക്കോട് രാജാവിൻ്റെ സൈന്യത്തിൽ സൈനികനായിരുന്നു. അച്ഛൻ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറയും. അച്ഛൻ സിഗ്നൽ സ്കോറിൽ 2 യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. 1965, 1971. അച്ഛൻ തന്നെയാണല്ലോ ഞാൻ ഒരു ഇതാവുന്നത്. ഞങ്ങൾ ചെറുപ്പം മുതൽക്കേ ഞങ്ങൾ പട്ടാളത്തിൻ്റെ കഥകളും പട്ടാളത്തിൻ്റെ കാര്യങ്ങളുമാണ് മുഴുവൻ പഠിക്കുന്നത്. അപ്പോൾ പിന്നെ എന്നെ പട്ടാളത്തിൽ തന്നെ ചേർന്ന് ഞാൻ ആർട്ടിലറി കോറിൽ ആണെന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന സാലി സാർ ആണെങ്കിലും ആർട്ടിലറി ആയെന്ന് അറിഞ്ഞാൽ കൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഒന്നാമത്തെ കാര്യത്തിൽ. രണ്ടാമത് ഞാൻ ആർട്ടിലറി കോറുകാരനാണ്. ആർട്ടിലറിയിൽ ചേർന്നു. അതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ശരിക്കും പറഞ്ഞു വെച്ചാൽ ഞാനൊരു എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. എനിക്ക് ചെറുപ്പം തൊട്ടേ എൻ്റെ മനസ്സിൽ പട്ടാളം എന്നുള്ള കുടിയേറിയ ഒരു വ്യക്തിയാണ് ഞാൻ. 17 വയസ്സ് മുതൽ ബോയ്സ് ഇതിലേക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ 17 വയസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആർട്ടിലറിയിൽ ചേരുന്നത്. സാറിന്റെ ട്രെയിനിങ് സെന്റർ എവിടെയായിരുന്നു? നാസിക് റോഡായിരുന്നു, ഹൈദരാബാദായിരുന്നു? നാസിക്കിലായിരുന്നു. നാസിക് റോഡായിരുന്നു എൻ്റെ ട്രെയിനിങ് സെന്റർ. അവിടുന്ന് ഫസ്റ്റ് പോസ്റ്റിംഗ് സാർ ഏത് യൂണിറ്റിലോട്ടായിരുന്നു? എന്താ വെച്ചാൽ ഇത് ശരിക്കും പറയാൻ വെച്ചാൽ സാറിന് അറിയാം, സാർ ഇൻഫൻട്രിക്കാരനാണ്. ഞാൻ ആർട്ടിലറിയിലെ ആർട്ടിലറിക്കാരനാണ്. സാർ ആർട്ടിലറി ഇൻഫൻട്രി എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു യൂണിറ്റിൽ ഒരു വ്യക്തി വന്നു കഴിക്കാൻ വെച്ചാൽ മാക്സിമം 99% ആൾക്കാരും ആ യൂണിറ്റ് തന്നെ ഉണ്ടാവും. കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഒന്ന് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുള്ളൂ. നമ്മൾ പറഞ്ഞാൽ നമ്മളൊരു മദർ യൂണിറ്റ് മാതിരി നമ്മൾ എന്താ ഇതിന് പറയാന്ന് പറയില്ല, യൂണിറ്റിനോട് നമുക്കൊരു അറ്റാച്ചാ. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പാർട്ടി എല്ലാം നടത്തി ഈ അവസരത്തിലും കൂടി നമ്മൾ മറ്റുള്ള കോറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻഫൻട്രി ആർട്ടിലറിക്കാർ ഇപ്പോഴും അവരെ ഫംഗ്ഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ കോർത്ത് അതുകൊണ്ടാണ് ഞാൻ നമ്മളെ ഈ ആർട്ടിലറി ഇൻഫൻട്രി എന്നുള്ള ഇതുള്ളത്. അല്ല സാറ് ഫസ്റ്റ് പോസ്റ്റിംഗ് പോയത് ഏത് പോസ്റ്റിംഗ് പോയത് ഞാൻ 832 ലൈറ്റ് റെജിമെന്റ്. 832 ലൈറ്റ് റെജിമെന്റ്. ഇപ്പൊ അത് മിസൈൽ റെജിമെന്റ് ആയി. 832 മിസൈൽ റെജിമെന്റ് ഈ അടുത്തായി. അത് എന്നെ ഇപ്പൊ ഈ അടുത്ത് വിളിച്ചിട്ടുണ്ട്. അവര് ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷേ 832 ഇത് ആർട്ടിലറിയിൽ എന്താ വെച്ചാൽ നമ്മൾ തുടക്കത്തിന് സാറ് ചോദിച്ചു ആർട്ടിലറി ഇതിൽ ഏത് യൂണിറ്റിലാണ് പോസ്റ്റിംഗ് പോയതെന്ന്. ആ യൂണിറ്റിൽ നിന്ന് പിന്നെ ഒരു 1-2% ആൾക്കാരെ മാറിപ്പോകുന്നുള്ളൂ. എല്ലാവരും ആ യൂണിറ്റിൽ തന്നെ, ഏത് യൂണിറ്റാണ് മദർ യൂണിറ്റിൽ വന്നിക്കാൻ ആ യൂണിറ്റിൽ തന്നെ പെൻഷൻ ആവുന്ന സ്ഥിതിവിശേഷമാണ് കാണുന്നത്. സാർ ഫസ്റ്റ് പോസ്റ്റിംഗ് ഏത് ലൊക്കേഷനിലാണ് പോയത്? അൽവർ, രാജസ്ഥാനിൽ. അൽവർ, രാജസ്ഥാൻ. അവിടുന്ന് ഞങ്ങൾ ഒരു 2-2.5 വർഷം ആയപ്പോഴേക്ക് തന്നെ ഞങ്ങൾക്ക് പിന്നെ ജമ്മു
ജമ്മുന്ന് കുറച്ച് ഒരു 100 കിലോമീറ്റർ ദൂരം ഉണ്ടാവും പട്ടന്ന് പിന്നെ അടുത്ത കുണ്ടിയ എന്ന് പറഞ്ഞൊരു ബോർഡറിൽ ആ പാകിസ്ഥാൻ നോക്കിയാൽ കാണുന്ന ബോർഡർ, അതിൻ്റെ ഇടയിൽ കൂടി കൃഷ്ണഗംഗ എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. അവിടെ അതിൻ്റെ ആ ലൊക്കേഷനിൽ അന്ന് ഈ ഇതുപോലെ അവിടുത്തെ സിവിലിയൻ സൈറ്റൊക്കെ വളരെ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. 1980 കാലഘട്ടത്തിലൊന്നും അത്ര ഇതൊന്നുമില്ല, അന്ന് പ്രശ്നമൊന്നുമില്ല. അന്ന് മിലിറ്റൻസിന്റെ തീവ്രവാദം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചോദിക്കല്ലോ ചായ വേണോന്നുള്ളേ. അതെ, അങ്ങനെയുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ബോർഡറിലാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടും അങ്ങനെ വിളിച്ചു പറയും. നമുക്ക് ഇന്ത്യൻ്റെ എന്താ വെച്ചാൽ നമുക്ക് സംസാരിക്കാനുള്ളതില്ലെങ്കിലും അവർ ഒച്ചത്തിൽ വിളിച്ച് പറയൂ ഇങ്ങനെ എന്തുണ്ടായാലും. പിന്നെ എന്തെങ്കിലും ഈ സ്പോർട്സിന്റെ അല്ലെങ്കിൽ ക്രിക്കറ്റോ അതുപോലെ എന്തെങ്കിലും ജയമോ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഉത്തരവ് കിട്ടണമെങ്കിൽ ഡൽഹിയിൽ നിന്ന് വരണം. അവർക്ക് ഉത്തരവ് കിട്ടണമെങ്കിൽ ഒരു ഉത്തരവിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പിന്നെ പക്ഷെ അത് പിന്നത്തെ കാലഘട്ടത്തിലുണ്ടായാലും ആ കാലഘട്ടത്തിൽ വളരെ സൗഹാർദ്ദം എന്ന് വേണമെങ്കിൽ പറയാം. ആ കാലഘട്ടത്തിൽ എൻ്റെ കാലഘട്ടത്തിൽ അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. സാർ അൽവറിൽ നിന്നിട്ടും ഈ ജമ്മുവിലോട്ട് പോയല്ലോ, പോസ്റ്റിംഗ് പോയല്ലോ, അത് മൊത്തം യൂണിറ്റ് മൂവ് ആയതാണോ? മൊത്തം യൂണിറ്റ് മൂവ് ആവുകയാണ്. എന്നിട്ട് അവിടെ നിന്നാണോ സാറ് സിയാച്ചിനിലോട്ട് പോയത്? അല്ല, അവിടുന്ന് വെച്ചാൽ പട്ടന്ന് ഞങ്ങൾ പട്ടണിലെത്തി ഒരു 1.5 വർഷം കഴിഞ്ഞു. പിന്നെ കുണ്ടിയ ബോർഡറിൽ, പിന്നെ ആ ബോർഡറിൽ പോസ്റ്റിംഗ് ഒക്കെ ആയിക്കൊണ്ടിരുന്നപ്പോൾ ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിലെ ലൈറ്റ് റെജിമെന്റിനും മാറണം എന്നുള്ള ഇതുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന ഞങ്ങൾ ഒന്നാമത് ക്ലൈമറ്റേഷൻ കഴിഞ്ഞ ടീമാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളെ തന്നെ അങ്ങോട്ട് തന്നെ വിട്ട് ഈ സിയാച്ചിനിലേക്ക്. സിയാച്ചിൻ എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റിന് മാറാനുള്ള ടൈമുമായി. അപ്പോൾ ഞങ്ങൾ സിയാച്ചിൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ ലഡാക്കിൽ ഒരു 1.5 മാസം നിന്നു. ലഡാക്കിൽ നിന്ന് പിന്നെ അവിടുന്ന് ഒരു കർദുങ്ല ടോപ്പ് ഏറ്റവും ഹയസ്റ്റ് റോഡാണ്. കർദുങ്ല ടോപ്പ് വഴി ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന റോഡ്. വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ. അപ്പോൾ നമ്മൾ അതിൽ കൂടി ഈ കർദുങ്ല ടോപ്പ് വഴി ബേസ് ക്യാമ്പിലെത്തി അവിടുന്ന് 1.5 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സിയാച്ചിനിലേക്ക് പുറപ്പെടുന്നത്. സിയാച്ചിനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിയാച്ചിൻ എന്ന് പറയുന്നത് ഏകദേശം ഗ്ലേഷ്യർ എന്ന് പറയുന്നത് ഏകദേശം 90 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ഏരിയയാണ്. ആ ഏരിയൻ്റെ അകത്ത് പല പോസ്റ്റുകളാണ്, പല പേരിലും സിനിമാ നടികളെ പേരൊക്കെ വെച്ചിരിക്കുന്നത്. എല്ലാ പോസ്റ്റിലും അങ്ങനെ പേരുകളാണ് വെച്ചിരിക്കുന്നത്. ആ പോസ്റ്റിൻ്റെ അകത്ത് നമ്മൾ എത്തിപ്പെടണം. ആ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളെ ഇതിലപ്പുറം ഒരു സിയാച്ചിനിലെ ഒരു സൈനികൻ ഇരിക്കേണ്ടത് 3 മാസം ഇരിക്കേണ്ടത്. 3 മാസം ഇരുത്തുള്ളൂ. 3 മാസം കൊണ്ട് ഇങ്ങോട്ട് വരും. അത് മാത്രമല്ല ആ സിയാച്ചിനിലേക്ക് പോകുന്ന റൂട്ടിൽ നമ്മൾ അവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാലിൻ്റെ അടിയിൽ ഒരു 2-3 കിലോമീറ്റർ ഏരിയയിലൊക്കെ ചിലപ്പോൾ കല്ലുമാരില്ല, ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ഐസിൻ്റെ ഉറച്ചു കിടക്കുന്ന ഐസുകളാണ്. ആ ഐസിൻ്റെ ഭാഗത്ത് കൂടി ചവിട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അടിയിൽ ക്ലിപ്പ് ഈ ബൂട്ടൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അടിയിൽ കൂടി പോകുന്നത്. പിന്നെ ഒരു 2-2.5 കിലോമീറ്റർ വരെ ഒരു സ്ഥലമുണ്ട്. അവിടെ വരെ കുറച്ചൊരു ഇതാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ നമുക്ക് 24,000 അടുത്താണ് നമുക്ക് എത്തേണ്ട സ്ഥലം. അതിൻ്റെ ഹൈറ്റ് 24,000 ഫീറ്റ് ഹൈറ്റ്. അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് ഏകദേശം എത്തേണ്ട റൂട്ടിൽ ഞങ്ങളൊരു മാസം പോലെ ആയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് 10 ദിവസം അങ്ങനെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഷേല പോസ്റ്റിൻ്റെ ഏകദേശം 1 കിലോമീറ്ററിൻ്റെ പുറകെ ഇവിടെ നമ്മൾ കാണും. 1 കിലോമീറ്റർ നമ്മൾ ഏകദേശം നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ പോസ്റ്റ് എന്ന് പറയും. പക്ഷെ അവിടെ എത്താൻ 1 മണിക്കൂർ വേണം. അത്രയ്ക്ക് നമ്മൾ ഈ കിതപ്പാണ് നടക്കുന്നത്. ഒരടി മുന്നോട്ട് എടുക്കുന്നതിന് 2 അടി ബാക്കോട്ട് അടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് സിഎച്ചിനിൽ. അത് പോയവർക്ക് മനസ്സിലാവുള്ളൂ. സിഎച്ചിനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അവിടെ ഓക്സിജൻ കുറവാണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അല്ല, കാണുക ഒരു 25 മീറ്റർ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10-20 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നിന്നിട്ട് പിന്നെ ശ്വാസം എടുത്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കംപ്ലീറ്റ് സ്ലീപ്പിംഗ് ബാഗും നമ്മുടെ എക്വിപ്മെന്റും നമ്മുടെ ആംസും സ്മാൾ ആംസും എല്ലാം എടുത്ത് നടക്കുന്ന സമയത്ത് നമ്മൾക്ക് ഓക്സിജൻ കിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതാണ് സിയാച്ചിനിലെ അവസ്ഥ. എത്രയോ വർഷം നമ്മുടെ ലൈഫ് താഴോട്ട് വരും. ഈ 3 മാസം എന്നുള്ളത് അവിടെ എത്തിപ്പെടാൻ തന്നെ കുറെ മാസങ്ങൾ എടുക്കും. നമുക്ക് ബേസ് ക്യാമ്പിലെ ക്ലൈമറ്റ് 1.5 മാസം ബേസ് ക്യാമ്പായിട്ട് ചുറ്റി കളിക്കും. അതെ, ക്ലൈമറ്റേഷൻ കഴിഞ്ഞ് എന്നിട്ടൊക്കെ നമ്മൾ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക തയ്യാറെടുപ്പ് തന്നെ വേണം. സിയാച്ചിൻ പോസ്റ്റിംഗ് പറയുമ്പോൾ തന്നെ ഇടിവെട്ടും പോലെയാണ്
എല്ലാവർക്കും feel ചെയ്യും. ഓരോരുത്തർക്ക് അസുഖം വന്നുകൊണ്ടിരിക്കുക. താനെ പറഞ്ഞാൽ തന്നെ ചിലപ്പം വരും. സാറിന്റെ ട്രേഡ് എന്തായിരുന്നു? ഓപ്പറേറ്റർ റേഡിയോ സെറ്റ് ഓപ്പറേറ്റർ. റേഡിയോ. അപ്പൊ 100% പോസ്റ്റിൽ ചെന്നേ പറ്റൂ. അപ്പൊ അങ്ങനെ ആയിരുന്നു. ഒബ്സർവേഷൻ പോസ്റ്റിന്റെ പൊപ്പിന്റെ കൂടെ തന്നെ ഞങ്ങൾ സഞ്ചരിക്കേണ്ട ആൾക്കാരാ. അപ്പൊ കറക്റ്റ് സാറ് ഈ യൂണിറ്റിൽ നിന്ന് 832 ലൈറ്റ് റെജിമെന്റിൽ നിന്ന് സിയാച്ചിൻ പോയ വർഷം ഓർമ്മയുണ്ടോ സാർക്ക്? CHN 86 ഡിസംബർ 86 ഡിസംബർ. അവിടെ ചെന്ന് പോസ്റ്റിൽ ചെന്നല്ലോ സാറ്. ഈ 3 മാസത്തെ അവിടുത്തെ പോസ്റ്റിൽ എത്താൻ പറ്റിയില്ലല്ലോ. ആ പോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണോ ഈ അപകടം സംഭവിക്കുന്നത്? ഒന്നര മാസത്തോളായിരുന്നു ഞങ്ങൾ ഈ പോസ്റ്റിലെത്താൻ. അത്രയ്ക്കും ഓരോ സ്ഥലത്ത് എത്തുന്നേരം ഇനി അങ്ങോട്ട് മൂവില്ല എന്ന് പറയും. എന്നാൽ ഒരു 5 ദിവസം കിടക്കണം അവിടെ. അങ്ങനെ ഞങ്ങൾ കിടന്ന് നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 ഇത് പോസ്റ്റിന്റെ ഇതാണ്ടോ റൂട്ട്. അങ്ങനെ നമ്പർ 5 കഴിഞ്ഞാലാണ് സ്റ്റേലെത്തുന്നത്. നമ്പർ 5ലേക്ക് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരമാണ് ഈ സംഗതികൾ ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ഞങ്ങളെ കൂട്ടത്തിൽ ക്യാപ്റ്റൻ മനോഹരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കമാൻഡ് ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ 10-20 പേരായിരുന്നു ഞങ്ങളെ 15 പേര്. 15 പേര് ഒരുമിച്ചാണ് പോസ്റ്റിലോട്ടുള്ള. അത് പോകാന്ന് പറഞ്ഞു വെച്ചാല് ഞങ്ങളെല്ലാവരും കയറിന്റെ മുകളിൽ ഇങ്ങനെ അരയായിട്ട് കൂട്ടി കെട്ടിയിട്ടുണ്ടാവും. ഒരാള് അഥവാ ക്രാപ്സിൽ വീണ് പോയി അല്ലെങ്കിൽ അങ്ങോട്ട് തിന്നിപ്പോയി അയാൾ തൂക്കിയെടുക്കൂ മറ്റാള്. അങ്ങനെയാണ് മൂവ് ചെയ്തോണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങളെ മൂവ് ചെയ്യുന്നേരം ഈ 5ാമത്തെ പോസ്റ്റിൽ നിന്ന് ഞങ്ങൾ ഷേലേക്കില്ല മൂവിങ്ങിൽ അവിടെ ഇടയിൽ ക്രാപ്സ് വരും. അന്നത്തെ കാലത്ത് ഇത്ര പോലെ ടെക്നോളജി ഇല്ലായിരുന്നു. അന്ന് ഈ ഏണി കൈ കരുതുക ചെയ്യുക. ഒരാളെ കയ്യിൽ ഏണി ഉണ്ടാവും. എന്നിട്ട് ക്രാബ്സ് മുന്നിൽ പോകുന്ന ആള് ഇങ്ങനെ കുത്തി കൊണ്ടാണ് പോവുക. അപ്പോൾ ക്രാബ്സ് ഇങ്ങനെ വന്ന് കഴിക്കാൻ കടങ്ങുമാരിയുള്ള വന്ന് കഴിക്കാൻ ഞങ്ങൾ താഴും. അന്നേരം ഞങ്ങൾ ആ കോണി എടുക്കും. കോണിന്റെ മുകളിൽ കൂടി ചവിട്ടി അങ്ങോട്ട് ക്രോസ് ചെയ്യും. അങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ അയാൾക്ക് കണ്ടില്ലാന്നോ അല്ലെ താന്നില്ലോന്നോ അറിയില്ല, മുന്നിൽ സഞ്ചരിക്കുന്ന ആള് ക്രാബ്സിൽ അങ്ങ് വീണ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ വെയിറ്റ് വന്നു. ബാക്കി എല്ലാവരും കർണാടകയിലുള്ള നാഗരാജു എന്ന് പറഞ്ഞ ആളായിരുന്നു മുന്നിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ വലിച്ച് എല്ലാവരും എങ്ങനെയാ അറിയില്ല ഈ വലിച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനോഹരൻ സാറ് പറഞ്ഞു, ഇനി ഒരു രക്ഷയില്ല, നമുക്ക് മുന്നോട്ട് മണി 6 കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സ്ലീപ്പിംഗ് ബാഗ് തുറക്കുക, അത് ഈ മൈനസ് ടെമ്പറേച്ചറിൽ കിടക്കുക, തുറന്ന് കിടക്കാന്ന്, നമുക്ക് ഇവിടെ ഇതേ രക്ഷയില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബാഗ് തുറന്നു, ഓരോരുത്തർ രാത്രി കിടന്നു. പക്ഷേ വേറൊരു സ്ഥിതിയുണ്ട്. നമ്മൾ നടന്നു വന്നിരിക്കുന്നത് ഒരു 5-10 കിലോമീറ്ററിൻ്റെ ബാക്കിൽ നിന്നാണ്. അവിടുന്ന് വന്ന് നമ്മൾ തണുപ്പ് അത്രയും കയറിയ നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഒന്നാമത് ഞാനൊക്കെ സദേൺകാരനെ, നോർത്തേൺകാർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഐസിന്റെ കാലിന്റെ മുകളിലും കൈയിന്റെ മുകളിലും ഒക്കെ ഗ്ലൗസ് ഇട്ടാലും തണുപ്പിന്റെ അത്രയും തണുപ്പ്. സാർക്ക് കൃത്യമായിട്ട് അതിന്റെ ആ മാസങ്ങൾ ഓർമ്മയുണ്ടോ? ഏത് മാസം? ഡിസംബർ. അപ്പൊ കറക്റ്റ് സ്നോഫാൾ ഉള്ള സമയത്താണ്, അപ്പോഴാണ് കയറിയിരിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ കയറി. ആ സ്നോഫാൾ എന്ന് മാത്രമല്ല, അതൊരു കാറ്റുണ്ട് അവിടെ. എന്താ വെച്ചാൽ ഒരു പക്ഷിയോ ഇപ്പൊ നമ്മൾ സിവിലിയൻസിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞിരിക്കുക വെച്ചാൽ പട്ടാളക്കാർ കുറച്ചൊന്ന് കൂട്ടി പറയൂ. അപ്പൊ അതുകൊണ്ട് സിവിലിയൻസിന്റെ ഇടയിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാറില്ല. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു പക്ഷിയോ ഒരു ജീവജാലങ്ങളോ ഒരു സാധനം അത് ഹിമാലയം പറയുന്നത് അങ്ങനെയാണ്. അവിടെ ഒന്നിനും വസിക്കാനുള്ള ഓക്സിജൻ കൂടി ഇല്ല. പിന്നെ എന്താ ജീവജാലങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ലല്ലോ. ഒരു സാധനം ഇല്ല അവിടെ. അപ്പൊ പിന്നെ ഞങ്ങള് ഇതിന്റെ ഉള്ളിൽ തന്നെ അത് വെള്ളമില്ലല്ലോ. വെള്ളം കൊത്തിയിട്ട് ചൂടാക്കിയിട്ടല്ലേ. അല്ല, അത് നമുക്ക് അങ്ങനെ തന്നെയാണ്. വെള്ളം ചൂടാക്കാതെ ഒരു ഔൺസ് പോലും നമുക്ക് കുടിക്കാൻ പറ്റില്ല. പിന്നെ ഡ്രോപ്പിംഗ് ഫുഡാണ്. എയർഫോഴ്സുകാർ ഡ്രോപ്പ് ചെയ്ത ഫുഡിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അതല്ല, അവിടെ ജീവിക്കാൻ എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യുന്ന ഈ 3 മാസക്കാലം നമുക്ക് ഇതേപോലെ തന്നെ പാകിസ്ഥാനീസും അങ്ങനെ തന്നെയാണ്. അവർക്കും അങ്ങനെ തന്നെയാണ് അവസ്ഥ. എല്ലാവരും അങ്ങനത്തെ. പക്ഷെ ഇത് ഞാൻ കേട്ടിരിക്കുന്ന 1984 മുതൽക്ക് നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് വലിയ പോസ്റ്റുകളൊക്കെ നമ്മളെ കയ്യിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മേജോറിറ്റി എന്ത് തന്നെയായാലും സിയാച്ചിനിൽ നമ്മളാണ് ഉയർന്ന സ്ഥാനത്ത് ഉള്ളത്. പക്ഷേ അവിടെ മുമ്പ് കാലത്ത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത് കേട്ടെ. മുമ്പ് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ റിട്ടേൺ അടിക്കായിരുന്നു. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല. ഇപ്പം പട്ടാളത്തിൽ ഒരാൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ CHN കട്ടിയിരിക്കണം. അവന് 3 മാസം എന്തായാലും അവന് ടേൺ ഓവർ വരും. സാർക്ക് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു?
എനിക്ക് അന്ന് ഏകദേശം ഒരു 25-26 വയസ്സ്. വിവാഹിതനായിരുന്നു ആ സമയത്ത്? അല്ല, വിവാഹിതനല്ല. അപ്പോൾ അന്ന് ഈ ഐസിൽ കുടുങ്ങിയ ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ്? ഞങ്ങൾ അന്നത്തെ രാത്രി അവിടെ കുടുങ്ങി. രാത്രി കുടുങ്ങിയതിനോടുകൂടി രാവിലെ എല്ലാവരും അദ്ദേഹം അങ്ങനെ വിളിക്കുന്നുണ്ട്, ഉള്ള ഓർമ്മയുണ്ട്, പക്ഷെ പുറത്ത് പറയാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ശബ്ദം വരുന്നില്ല. അപ്പോൾ എല്ലാവരും എഴുന്നേക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സ്ലീപ്പിംഗ് ബാഗിനകത്താണോ? സ്ലീപ്പിംഗ് ബാഗിനകത്ത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആരോ എഴുന്നേറ്റും ഒക്കെ പറയുന്നുണ്ട്. എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ച് എഴുന്നേപ്പിക്കാനൊന്നും ശ്രമം നടത്തിയിട്ടില്ല. പക്ഷെ എന്താ വെച്ചാൽ അവർ ചെയ്തത് എന്താ വെച്ചാൽ, ഇപ്പോൾ അപ്പളിക്ക് ശരിക്കും ഞങ്ങളെ ഗ്രൂപ്പിനെയും തെരഞ്ഞിട്ട് വേറെ അവിടെ സിക്ലായി എന്ന് പറഞ്ഞിട്ട് അവരാണ് സിക്ലായി റെജിമെൻ്റാണ് അന്നത്തെ ആ ഏരിയയിൽ ഇങ്ങനത്തെ ഉള്ള ഇടം ചെയ്തു കൊടുക്കേണ്ട ആൾ. അഡ്മിനിസ്ട്രേഷൻ അവരാണ്. പെട്രോളിംഗ് ഒക്കെ അവരാണ് ചെയ്യേണ്ടത്. പക്ഷെ അവര് ഞങ്ങളെയും തെരഞ്ഞിട്ട് ഒരുപാട് നടന്നു, ഹെലികോപ്റ്റർ പറന്നു, ഒന്നും കാണുന്നില്ല. ഈ 14 പേരെ ഗ്രൂപ്പ് ഒന്നിച്ചു പോവുകയാണല്ലോ, കാണുന്നില്ലല്ലോ. ഈ 14 പേരും ഈ ഐസിൽ കുടുങ്ങുകയാണല്ലോ ചെയ്ത്. ഐസാൽ രാത്രി മുഴുവൻ അവർ കറങ്ങി എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ഒരു 10 മണിയാകുമ്പോഴേക്കാണ് ഞങ്ങളെ ഇതേമാതിരി ഞങ്ങളെ കണ്ടെത്താൻ തുടങ്ങിയത്. അപ്പോഴേക്ക് തന്നെ 2-3 പേര് ഈ സീക്കലായിക്കാർ ഞങ്ങളെ വന്നു. ആരും എഴുന്നേൽക്കുക. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, എന്നെയൊക്കെ ഈ ഐസിന്റെ മുകളിൽ കൂടി നമ്മൾ ഈ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്, കയറ് കെട്ടി. ഐസിനുള്ളിൽ എടുക്കാൻ പറ്റില്ല. അവിടെ ഫയർമാൻ ലിഫ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾക്ക് ഓക്സിജൻ ഇല്ലാത്ത കാരണം ഒരു വെയിറ്റ് എടുത്തുകൊണ്ട് 10 മീറ്ററോ 15 മീറ്ററോ പോലും നമുക്ക് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിങ്ങൾ ഒരു ജവാനെ ഏറ്റി അവിടെ നിന്ന് കൊണ്ടുപോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അവർ വലിച്ചു കൊണ്ടുപോയിട്ടാണ് പറയുന്നത്. വലിച്ചു കൊണ്ടുപോയി ഒരു നമ്പർ 5 ക്യാമ്പിൽ എത്തിച്ച് അന്ന് അവിടെ ഹെലികോപ്റ്റർ എത്താൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഹെലികോപ്റ്റർ അത്രയും ഈ കാലാവസ്ഥ ശരിക്കുള്ള കാലാവസ്ഥയായിട്ട് ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഹെലികോപ്റ്റർ അവിടെ വന്ന് ഹെലികോപ്റ്റർ പിറ്റേന്ന് രാവിലെ അപ്പോഴേക്ക് എൻ്റെ ഷൂ ഒക്കെ അവർ കട്ട് ചെയ്തെടുത്തു. ഷൂ മാത്രമല്ല, ആ കട്ട് ചെയ്ത് മുകളിൽ നിന്ന് തൊട്ട് ഇതുവരെ കട്ട് ചെയ്ത് അണ്ടർവെയർ ഏതും കട്ട് ചെയ്ത സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ഇപ്പോഴും എൻ്റെ ബോക്സ് കിടക്കുന്നുണ്ട്. അന്ന് സാറ് ഒന്ന് ഓർക്കാൻ പറ്റുമോ, ഈ സാധാ ബൂട്ടായിരുന്നോ സ്നോ ബൂട്ടായിരുന്നു? സ്നോ ബൂട്ട്. പക്ഷെ എന്താ വെച്ചാൽ അത് അന്നത്തെ ഒരു മൈനസ് എന്ന് പറയാ. ശരിക്കും അന്ന് നമ്മൾ ഇപ്പോഴെന്താ വെച്ചാൽ ഇപ്പം നമുക്ക് ഇമ്പോർട്ടർ ബൂട്ടാണ് ഒക്കെ കിട്ടുന്നത്. ഈ അന്ന് സ്നോ ബൂട്ട്, ആ വെള്ള ബൂട്ട് സാറിന് അറിയാം. അപ്പൊ ആ വൈറ്റ് ബൂട്ടാണ് അന്നത്തെ. അതല്ല ശരിക്കും ഇപ്പൊ ശരിക്കും ഒന്നും കൂടി നല്ല ഫാസിലിറ്റി. അല്ല, ഇപ്പൊ നല്ല വെയിറ്റ്ലെസ് ആണ്. കൂടാതെ ഇപ്പൊ വന്നിട്ട് വിദേശ രാജ്യങ്ങളുടെ ഏറ്റവും ഉന്നത ടെക്നോളജിയിലുള്ള ഷൂസാണ് ഇപ്പൊ ഉപയോഗിക്കേണ്ടത്. കൂടാതെ വെയിറ്റ്ലെസ് ആയ കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് നടന്നു ചെല്ലാൻ പറ്റും. ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുപോയി. അപ്പോൾ നമ്മൾ വേറെ യുദ്ധത്തിന്റെ കഥകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 61 ചൈനയും നമ്മളുടെ യുദ്ധവും നടക്കുന്ന സമയത്ത് നമുക്ക് സ്നോ ബൂട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള സാധാ നമ്മളുടെ ഇടുന്ന ബൂട്ടുകളായിരുന്നു നമുക്ക് ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നത്. സാർ എന്നിട്ട് പറയൂ, എന്നിട്ട് അവിടുന്ന് നിങ്ങൾക്ക് സാറിന് അവിടുന്ന് രക്ഷപ്പെടുന്ന സമയത്ത് സാർക്ക് ഓർമ്മയുണ്ടോ? അതെനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ ഈ ഓർമ്മ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പകുതി ഓർമ്മ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നിരുന്നാലും എൻ്റെ അവിടെ അന്നായിരുന്നു തന്നെ ഹെലികോപ്റ്റർ നേരം വന്നു കഴിഞ്ഞ് നമ്മളെ ഒരു 2-3 പേരെ ഞങ്ങൾ ഏറ്റവും അത്യാസന്നതല്ലേ. ഒന്ന് ഞാനായിരുന്നു, ഒന്ന് ഹിമാചൽക്കാരൻ ഒരു ജയലാൽ പാൽ 2 കൈ ഇവിടെ വെച്ചിട്ട് പോയി, പിന്നെ ഒരു രാം സ്നേഹി, അവനും പിന്നീട് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ എന്താ വെച്ചാൽ ഇതിനൊക്കെ അത് പിന്നത്തെ മരണമാണെങ്കിലും ഇതിൻ്റെ എഫക്റ്റ് കൊണ്ടാണുള്ള മരണമാണ്, അത് കണക്കാക്കുന്നില്ല. അതൊക്കെ പിന്നെ പല മരണങ്ങളും നടന്നിട്ടുണ്ട് അവിടെ. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ അദ്ദേഹത്തെ അല്ല ഞങ്ങളെ ഗ്രൂപ്പിനെ മൊത്തമായിട്ട് മനോഹരൻ സാബ് അടക്കം ഗ്രൂപ്പിനെ മൊത്തമായിട്ട് അവർ ഇവിടെ എത്തിച്ചു. ബേസ് ക്യാമ്പിൽ എത്തിച്ചു. അവിടുന്ന് ആ ഗ്രൂപ്പിനെ 14 പേരെ ഒന്നിച്ചിട്ട് പട്ടാൻകോട്ട് എത്തിച്ചു. ഡക്കോട്ട ഒരു ഇതില്ല അതിലെത്തിച്ചു. പട്ടാൻകോട്ട് നിന്ന് ഞങ്ങളെ എന്നിട്ടും എനിക്ക് ബോധം വരുന്നില്ല, ഞാൻ മാത്രം. അപ്പൊ അവിടുന്ന് ഈ രക്ഷപ്പെടുന്ന ശേഷം ഹെലികോപ്റ്ററിലാണോ കൊണ്ടുവന്നത്? ഹെലികോപ്റ്റർ എന്നുള്ള ഡക്കോട്ട N-32 എല്ലാം ഉണ്ട്. പിന്നെ വലുതും ഉണ്ട്, കുറച്ച് വലുതാണ് ഞങ്ങള് പോയിരുന്നത്. അപ്പൊ ഈ അല്ല ഞാൻ പർട്ടിക്കുലർ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത്, സാറ് ഐസ് കുടുങ്ങിയ സ്ഥലമുണ്ടല്ലോ സിയാച്ചിനില്, അവിടുന്ന് നിങ്ങളെ ഈ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ ആയിരിക്കില്ലല്ലോ?
ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യും. എന്താ വെച്ചാൽ ഹെലികോപ്റ്റർ CHNൽ എവിടെ വേണമെങ്കിലും ലാൻഡ് ചെയ്യും. എന്താ വെച്ചാൽ അവർ അന്നേരം സ്പോട്ടിൽ ഞങ്ങൾ നമ്പർ 5 പോസ്റ്റിൽ ഓൾറെഡി ലിപ്പാഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ചില എല്ലാ പോസ്റ്റിലും നമ്പർ 5 ആയാലും നമ്പർ 2 ആയാലും ഷാലി ആണെങ്കിലും എവിടെ ഹെലികോപ്റ്റർ വരും. ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഒരു മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിടുള്ളൂ സാധനങ്ങളൊക്കെ. ആ ഡ്രോപ്പ് ചെയ്ത സാധനം നമുക്ക് കിട്ടില്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീണ് പോകും. അതൊക്കെ ഇട്ട് പിന്നെ കലക്ട് ചെയ്യുക ചെയ്യുക. പക്ഷേ ചില അത്യാസന്ന ഘട്ടത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. എന്താ വെച്ചാൽ ഇറങ്ങാനുള്ള ഹെലിപ്പാഡ് ഉണ്ടാക്കും അന്നേരം. കൂടാതെ സാറേ നമ്മൾ വേറൊരു കാര്യം അറിഞ്ഞിരിക്കുന്നത്, ഈ എയർഫോഴ്സിന്റെ പൈലറ്റുമാരിൽ ഏറ്റവും കൂടുതൽ ദൗത്യത്തിൽ ഏർപ്പെടുന്നത് ഈ സിയാച്ചൻ മേഖലകളിൽ ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ട് അവിടെയുള്ള ആർമിക്കാർക്ക് റേഷനും കെറോസിനും എന്ത് സാധനവും മെഡിസിൻ എല്ലാ സംഭവങ്ങളും അവരാ ഡ്രോപ്പ് ചെയ്ത് തരുന്നത്. ഒരു വല്ലാത്ത ക്ലൈമറ്റ് ഉള്ള സമയത്തും അവർ ആ റിസ്ക് എടുത്ത് അവിടെ വരാറുണ്ട് ഇല്ലേ? അതായത് ഒരു പോസ്റ്റിലേക്ക് വേണ്ടി നമ്മൾക്ക് ഡ്രോപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സാണ് ശരി, റേഷനാണ് ശരി, എന്ത് സാധനമാണെങ്കിലും ശരി, അതിലെ ഒരു 10% പോലും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. കാരണം ആ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതൊരു 50 മീറ്ററോ 100 മീറ്ററോ താഴെ വീണ് പോയെങ്കിൽ നമ്മൾക്ക് ഒരാൾക്ക് താഴെ പോയി എടുത്തിട്ട് വരാൻ അത് സാധിക്കില്ല. നമ്മൾ ആ പോസ്റ്റിന്റെ തൊട്ടടുത്ത് മാത്രം വീഴുന്നത് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അത് ശരിയല്ലേ? 100% ശരിയാ. അവരെ നമ്മൾ ആദ്യം സല്യൂട്ട് ചെയ്യേണ്ടത് CHN കാര്യത്തിൽ ആർമീനെക്കാട്ടും നമ്മൾ ആദ്യം സല്യൂട്ട് ചെയ്യേണ്ടത് എയർഫോഴ്സിനെയാണ്. അതെന്താ വെച്ചാൽ എയർഫോഴ്സ് പൊന്തിയാൽ വെടി. അതെ, അവരുടെ പോസ്റ്റ് അങ്ങനെയാ ഉള്ളത്. പാകിസ്ഥാന്റെ ഇന്ത്യന്റെ പോസ്റ്റുകൾ അങ്ങനെയാണ്. ഹെലികോപ്റ്റർ വളരെ താന്നാ പറക്കുന്നത്. അവരുടെ ടാർഗറ്റിൽ വരാത്ത രീതിയിൽ താന്ന് പറന്നുകൊണ്ടാണ് നമുക്ക് ഈ സേവനം അവർ ചെയ്യുന്നത്. നടുക്കൂടി ഇങ്ങനെ ഈ വളഞ്ഞും പൊളഞ്ഞും ഒക്കെയാണ് അവർ പോയി പറക്കുന്നത് ഈ മലകളുടെ. അതെ, മലന്റെ ഇടയിൽ കൂടി ഇടുക്കിടുക്ക് സ്ഥലങ്ങളാണ്. അത് കാലാവസ്ഥ നോക്കിയിട്ട് ആണ് അവർ പറക്കുന്നത്. നമ്മൾ അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടത്. എന്താ വെച്ചാൽ അവർ ഈ ഫ്രൂട്ട്സ് സാധനങ്ങൾ ഒക്കെ അക്യുറേറ്റ് പോയിന്റിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ അക്യുറേറ്റ് പോയിന്റിൽ ചെയ്യാൻ നോക്കും. പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉരുണ്ടും മറിഞ്ഞും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും എത്തി. പക്ഷേ CHNലെ ആൾക്കാർക്ക് റേഷനോ അല്ലെങ്കിൽ എന്തിൻ്റെയോ കാര്യത്തിൽ യാതൊരു കുറവുമില്ല. ഇത് ഭക്ഷണം കഴിക്കാതെ തകരാറില്ല. അത്രയും ഫുഡ് അത്രയും സാധനങ്ങൾ നമ്മളെ മുന്നിൽ കിടക്കുക ഇഷ്ടം പോലെ. പക്ഷെ ഇത് കഴിക്കാൻ പറ്റണ്ടേ? എന്തായാലും നമ്മളുടെ ഈ ഇന്റർവ്യൂക്കിടയിൽ നമ്മൾക്ക് അവരെ കൂടി ഒന്ന് പ്രശംസിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മളുടെ ഈ കഷ്ടപ്പാടുകൾക്ക് എയർഫോഴ്സിന് കാര്യമായിട്ട് അവിടെ റോളെന്ന് പറയുന്നത് നമ്മളുടെ ആർമിയുടെ ജവാൻസിന് അവിടെ വേണ്ട സൗകര്യങ്ങൾ അവർ എത്തിക്കുക എന്നുള്ളതാണ്. പലർക്കും പോസ്റ്റിനകത്ത് വന്നിട്ട് ഐസ് പിടിപെട്ട് കൈകാലം മുറിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോഴും ഒരു റെഡ് ഫ്ലാഗ് കാണിച്ചെങ്കിൽ ഹെലികോപ്റ്റർ അവിടെ വരും. അതും ക്ലൈമറ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ. ഒരു നല്ലൊരു ക്ലൈമറ്റിന് വേണ്ടി അവിടെയുള്ളവർ ഇങ്ങനെ തപസ് ചെയ്യാറുണ്ട് പോസ്റ്റിൽ. കാരണം ആ ഹെലികോപ്റ്റർ വന്നെങ്കിൽ മാത്രം ചിലപ്പോൾ അവർക്ക് ഭക്ഷിക്കാനുള്ള സാധനമോ മെഡിസിനോ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ. ഈവൻ നിങ്ങളുടെ വയർലെസ് സെറ്റിൽ ഉപയോഗിക്കുന്ന ബാറ്ററി അടക്കം അവരാ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നത് അല്ലേ സാറേ? ശരിയല്ലേ? കാരണം നമ്മൾ ഒരു പോസ്റ്റിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു മിനിമം വെയിറ്റ് ഉണ്ട്. അതിൻ്റെ കൂടുതൽ നമ്മൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഈ ഓക്സിജന്റെ പ്രശ്നം തന്നെയാണ്, നടക്കേണ്ട പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് അവരെ കൂടി പ്രശംസിക്കാം. തീർച്ചയായും നമ്മുടെ ഈ ബേസ് ക്യാമ്പ് തുടങ്ങിയിട്ട് തന്നെ അവര് നമ്മളെ സേവനം ചെയ്യുന്നുണ്ട്. അവർ തന്നെയാണ്. അവര് മുൻപന്തിയിൽ ഇല്ലെങ്കിൽ CHN ഇല്ല എന്ന് തന്നെ പറയാ. അവരില്ലെങ്കിൽ ആർമിക്ക് അവിടെ ഒന്നുമില്ല റോള്. അവർ നമ്മളെ ഏതൊരു കാര്യത്തിലും, ഇനി ഭക്ഷണ കാര്യത്തിലാണെച്ചാലും ഏത് കാര്യത്തിലാണെച്ചാലും അവിടെ ജവാനെ പരിക്കേറ്റ ജവാൻ ഇവിടെ എത്തിക്കണം. അവിടെ കാലാവസ്ഥ നോക്കിയിരിക്കാൻ. നമ്മൾ ഈ ആർമിയിൽ ഈ വേഴാമ്പലിനെ കാണുന്ന മാതിരി, വേഴാമ്പലിൽ വെള്ളം കിട്ടുന്ന മാതിരിയാണ് എയർഫോഴ്സുകാർ. എല്ലാ പോസ്റ്റിലും അങ്ങനെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാ പോസ്റ്റിൽ നിന്നും ക്ലൈമറ്റ് കുറച്ച് ബെറ്റർ ആയി കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ ആകാംക്ഷയോടെ പോസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി വല്ല ഹെലികോപ്റ്ററും വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കാറുണ്ട് സിയാച്ചിനിലെ പോസ്റ്റുകൾ. അത് മാത്രമല്ല നമ്മള് വീട്ടിൽ നിന്ന് വരുന്ന കത്തുകള് അതൊക്കെ നമ്മൾ അവിടെ വന്നിട്ടാണല്ലോ. ഒരു ബന്ധം അന്നത്തെ കാലത്ത് ഒരു ബന്ധവും ഇല്ലല്ലോ. ഈ ലെറ്ററുകൾ കൂടിയല്ലേ നമ്മളെല്ലാ. അന്ന് സാർക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ലെറ്റർ കിട്ടുന്ന സാധ്യത ഉണ്ടായിരുന്നു.
കുറവാണ്. അവിടെയൊക്കെ എന്താ വെച്ചാൽ എന്തൊക്കെ നമ്മളൊരു കത്ത് എഴുതിക്കാന്ന് വെച്ചാൽ അത് മുഴുവൻ ഈ ഹവിൽദാർ മേജറൊക്കെ പരിശോധിക്കും. അപ്പോൾ നമുക്ക് ഒരു രഹസ്യമായിട്ടൊന്നും ഒരു കാര്യമായിട്ടൊന്നും എഴുതാനൊന്നും പറ്റില്ല. അപ്പൊ നിനക്കും സുഖ എനിക്കും സുഖ അങ്ങനെ ഉള്ള വലിയൊരു ഒഴുക്കം മട്ടില് അങ്ങനെ പറ്റുള്ളൂ. അല്ലാണ്ടൊക്കെ സെക്യൂരിറ്റി അല്ലേ, ഫ്രീ ഇല്ലന്റ് ആണ്. പിന്നെ അവര് ഫ്രീ ആണ്. നമ്മുടെ സീനിയേഴ്സ് അതിന് ഇനിഷ്യൽ ചെയ്യും. ഇനിഷ്യൽ ചെയ്ത ശേഷം ആ ലെറ്റർ നമ്മൾ അതെവിടെയെങ്കിലും അവർ ആദ്യം പറയും, റോൾ കോളിൽ ആദ്യം തന്നെ പറയൂ, നിങ്ങൾ റോൾ കോളിനല്ല, റോൾ കോളില്ല എന്നാത്ത കാര്യം അവർ പറയും, നിങ്ങൾ എവിടെയെങ്കിലും ഇത് മിസ്സായി പിടിച്ചു കഴിച്ചാൽ നിങ്ങൾ ഉടനടി ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഒന്നും ഒരു കാര്യം ഏത് പോസ്റ്റാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഒന്നായിട്ട്. പിന്നെ സിയാച്ചിനിൽ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഈ സിയാച്ചിനെ പറ്റി അത്ര ഗഹരമായിട്ടൊന്നും സിയാച്ചിനെ പറ്റി അറിയില്ല. പക്ഷെ അത് പോസ്റ്റിൽ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കത് പറയാൻ തന്നെ മടിയാ. സിഒ ലെക്ചറിൽ പറയൂ, ആപ് ലോഗ് പിശാബ് കർത്തേ ടൈം അച്ചി തരേ ദേഖ്നാ ഹേ എന്ന്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും അതെന്തിനാന്നൊക്കെ നമുക്ക് പോസ്റ്റിൽ എത്തിയാലേ മനസ്സിലാവുള്ളൂ. അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അവിടെ ടെൻ്റാണ്, കക്കൂസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ടെൻറ്റ്. ആ ടെൻറ്റിൻ്റെ അകത്ത് കാര്യം സാധിച്ചോളെ. ടെൻറ്റിൻ്റെ അകത്ത് നമ്മൾ ഒരു വെള്ളം നമ്മൾ ചൂടാക്കിയിട്ടാ വെള്ളം, ആ വെള്ളം നമ്മളെ കാര്യം കഴിയുമ്പോഴേക്കില്ല ആ വെള്ളത്തിന് നമുക്ക് തൊടാൻ പറ്റുന്നത് അത് ഐസായി മാറി അവസരമുണ്ട്. എത്രയോ വട്ടം ഐസായി. അതേമാതിരി ഈ കൊത്തിയെടുക്കുക വെള്ളം നമ്മൾ കൊത്തിയെടുത്ത് ചൂടാക്കും, അതും പെട്ടെന്ന്. ഇതാണ് പ്രശ്നങ്ങൾ അവിടെ. അത് മാത്രമല്ല സാറേ പ്രശ്നങ്ങള്. ഈ കക്കൂസി പോകുക എന്നുള്ളത് ചിലപ്പോൾ ഒരാഴ്ചയിലോ 10 ദിവസത്തിലോ ഒരിക്കലായിരിക്കും പോകാൻ പറ്റുക. അത്രേ കക്കൂസി പോകാൻ. കാരണം ചെറിയ എന്തെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കക്കൂസി പോകാനൊന്നും ഉണ്ടാവില്ല. ടിൻ ഫ്രൂട്ട് ആണ് നമ്മൾ കഴിക്കുന്നത്. ടിൻ ഫ്രൂട്ട് ആണ് കഴിക്കുന്നത്. പിന്നെ വേറെ ഒരു ശരിക്ക് പറയാൻ വെച്ചാൽ ശരിക്കും അത് പറയാത്ത ആൾക്കാർ എത്രയോ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മള് ജവാന്മാരുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള സംഗതികളാണ്. നമ്മൾ ഈ ശരിക്കും പറയാൻ വെച്ചാൽ അത് നമുക്ക് പറയാൻ ചിലർക്ക് മടിയായിരിക്കും. അവിടെ ഒരു 3 മാസം സർവീസ് ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്സ്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർ പലരും ഉണ്ടായിട്ടുണ്ട് പോലും. എത്രയോ ജവാൻസ് ഉണ്ട്. അത് പക്ഷെ ഓപ്പൺ ആയിട്ട് ചിലർ പറയുന്നില്ല. അത് നമുക്ക് ഈ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റുമോന്ന് അറിയില്ല. സാറ് തീർച്ചയായിട്ടും സാർ പറഞ്ഞേ പറ്റൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെറിയൊരു അനുഭവം പറയാം. നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന ഈ കോടതികളുണ്ടല്ലോ, അതുപോലെ ജമ്മു റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ഈ പട്ടാളക്കാരെ കാത്തുകൊണ്ട് അവിടുത്തെ ഒരുതരം ആദിവാസികൾ വന്ന് കാത്തിരിക്കാറുണ്ട്. അവര് ഈ ഹിമാലയത്തിൽ നിന്ന് ഒരു കരിങ്കല്ലിൽ നിന്ന് പൊട്ടി വരുന്ന ഒരു സംഭവം. ശിലാജിത്ത് അങ്ങനെ ഒരു പേരാണ് ആ സാധനത്തിന്. ഐ ഹാഡ് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അതിനൊരു പേരുണ്ട്. അപ്പോൾ ഈ സാധനം പട്ടാളക്കാർക്ക് വിൽപ്പന നടത്തിയിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവർ പറയുന്നത് നിങ്ങൾ ഹിമാലയത്തിൽ നിന്ന് അല്ലെങ്കിൽ സിയാച്ചിൽ നിന്ന് വരുന്നവരായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് സെക്ഷുവലായിട്ട് നിങ്ങൾക്ക് വളരെ ഭയങ്കര വീക്കായിരിക്കും, നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ എന്തോ ഒരു സാധനം വെല്ലുവില്ല ഉരുക്കി ഉണ്ടാക്കിയ കൃത്രിമമായിട്ടുള്ള സാധനം അന്ന് എനിക്ക് ഓർമ്മയുള്ള സമയത്ത് 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് ചെറിയ ഓരോ പീസുകൾ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ സാർ അത് പറഞ്ഞതും ഓർമ്മപ്പെടുത്തിയത് ശരി തന്നെയാണ്. ഇത് നമ്മളുടെ ഈ ഇന്റർവ്യൂ വീക്ഷിക്കുന്ന പലർക്കും ഇത് അറിയാമായിരിക്കാം. അല്ല, അത് സംഭവിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കുറെ ഇപ്പോൾ ഒരു നിങ്ങൾ ഇപ്പോൾ കല്യാണം നിശ്ചയിച്ച ഒരാളാണെന്ന് വെച്ചാൽ പറയൂ, സിഎച്ചും കട്ട് ചെയ്ത് വെച്ചു, വേണ്ട എന്നാൽ വേണ്ട കല്യാണം സിഎച്ചിനൊക്കെ കട്ട് ചെയ്തിട്ട് മതിയിട്ടോ എന്ന് അറിയൂ. ഇനി വരാൻ പോകുന്നുണ്ട്, സിയാച്ചിൻ വരാൻ പോകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി എന്നാണ് നമ്മളോട് പറയുക. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? അതായത് അവിടെ ജോലി ചെയ്തെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോലും സാധ്യതയില്ല. അപ്പൊ അത് കാരണം എന്റെ മോളുടെ ലൈഫ് കേടുവരുമല്ലോ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ എത്രയോ ആൾക്കാരെ സംഭവിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ രാജസ്ഥാനി ഒരു പ്രാവശ്യം പറഞ്ഞു തന്നെ കേട്ടിട്ടുണ്ട്. അവർക്ക് കുറെ കാലത്തെ കല്യാണം കഴിച്ച് പുതിയ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വൈഫ് തന്നെ ഒഴിവാക്കിയ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. സാർ, അപ്പം ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തി അങ്ങോട്ട് വരാം. നമുക്ക് സാറിന് പട്ടാൻകോട് എത്തിച്ചു, ഹെലികോപ്റ്റർ മാർഗവും ഡക്കോട്ട വഴിയെല്ലാം പട്ടാൻകോട് എത്തിച്ചു. എന്നിട്ടാണോ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത്? അല്ല, പട്ടാൻകോട്ട് നമ്മുടെ മിലിറ്ററി ഹോസ്പിറ്റലിൽ അവിടെ വന്നു. അവിടെ ഒരു 2-3 എനിക്ക് ഒരു ദിവസമായിട്ടാണ് കിടന്നോ, അല്ല 2 ദിവസം, എനിക്ക് ഓർമ്മ കാര്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോഴേക്ക് തന്നെ എന്തായി, വീട്ടിലേക്കുള്ള DA ലിസ്റ്റിൽ നിന്നുള്ള ടെലിഗ്രാം വീട്ടിലെത്തി.
അതായത് ഡെത്ത് മെസ്സേജ് എത്തി. ഡെത്ത് മെസ്സേജ് എത്തി. ഈ സാറ് ഈ ഐസിൽ വീണ് ഈ സംഭവം കഴിഞ്ഞ് യാതൊന്നും സംസാരിക്കാൻ പറ്റാതെയായി. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി സിഗ്നൽ വീട്ടിലെത്തി. എന്ത് പറഞ്ഞിട്ട് മരിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ തൊട്ടടുത്ത വീട്ടിൽ അവന് ഈ ടെലിഗ്രാം പണ്ടൊക്കെ പട്ടാളക്കാർ ഒരു ടെലിഗ്രാം കൊണ്ട് അടുത്ത വീട്ടിൽ കൊടുക്കുക എന്നൊക്കെ വെച്ചാൽ അവർക്ക് വീട്ടിൽ പോകാൻ പടിയാ. അപ്പോൾ വീട്ടുകാരോട് എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം? തൊട്ടടുത്ത വീട്ടിൽ അവന് ഈ ടെലിഗ്രാംകാരൻ കൊണ്ട് കൊടുത്തു, പോസ്റ്റ്മാൻ ടെലിഗ്രാം അടുത്ത വീട്ടിൽ കൊണ്ടു കൊടുത്തു. ഒന്ന് പോയി പറയണേ നിങ്ങൾ, എനിക്ക് അവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീട്ടുകാരനാണ് വീട്ടുകാരറിയുന്നത്. അപ്പോൾ ഇതിൽ വായിച്ചു നോക്കാം. അവൻ വായിച്ചു നോക്കി ഇപ്പം സംഗതി ഇതാണ് ഡി ഐ ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മ മരിച്ചതെന്നാ അതിന്റെ അർത്ഥം ശരിക്കും അറിയാൻ ചില അന്നത്തെ കാലത്ത്. ഞാൻ സാറിന്റെ കാര്യം മറക്കരുത്. ഇതേപോലെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഈ ഇന്റർവ്യൂവില് ഞാനത് പറയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നാസർ എന്ന ഒരാളെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ ഡെത്ത് മെസ്സേജ് വന്നു. ആ ടെലിഗ്രാം അദ്ദേഹത്തിന് പഠിപ്പിച്ച ഒരു അധ്യാപകന്റെ അടുത്ത് ആ ടെലിഗ്രാം എത്തുന്നത്. ആ അധ്യാപകന്റെ ഈ ടെലിഗ്രാം ഒരു ദിവസം രാത്രി മുഴുവൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചോണ്ടിരുന്നു. രാത്രി ഈ നാസർ എന്ന ആളുടെ വീട്ടിൽ ഈ ടെലിഗ്രാം കൊണ്ട് കൊടുത്തില്ല. കാരണം അവരുടെ ബന്ധുക്കളും അവരുടെ അയൽവക്കക്കാരും അവരുടെ സങ്കടം, അവരുടെ പൊട്ടിക്കരച്ചിൽ അതെങ്ങനെ സഹിക്കാൻ പറ്റുക പറഞ്ഞിട്ട് ഈ ഡെത്ത് മെസ്സേജുള്ള ടെലിഗ്രാം ഈ അധ്യാപകന്റെ വീട്ടിൽ ഒരു രാത്രി മുഴുവൻ സൂക്ഷിച്ചു. വീണ്ടും അതിൻ്റെ പുറകെ വേറൊരു ടെലിഗ്രാം എത്തി, അൺകോൺഷ്യസ് ആണ് പറഞ്ഞിട്ട്. അപ്പോഴാണ് അദ്ദേഹം ഈ കാര്യം അവിടെ അറിയിക്കുന്നത്. അപ്പൊ സാറിന്റെ അതുപോലെ ടെലിഗ്രാം എത്തിയിരുന്നു. ടെലിഗ്രാം എത്തി. ഞാൻ എന്താ വെച്ചാൽ വീട്ടില് ഞാൻ 8 മക്കളാണ്. ഞങ്ങള് 8 മക്കളില് 6ാമത്തെ ആളാണ് ഞാൻ. അപ്പം ബാക്കി പെൺകുട്ടികളാണൊക്കെ. അപ്പോൾ അച്ഛന് ഭയങ്കരമായിട്ട് അച്ഛനെ ഓർക്കുന്നേരം കണ്ടു. പ്ലീസ് തുടങ്ങിയ സാർ, കണ്ണു തുടങ്ങി. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കാഴ്ച കാണുന്നുണ്ടാവും. കാരണം ഒരു യുദ്ധത്തിൽ മാത്രമല്ല നമ്മൾ വീരമൃത്യുവും നമ്മുടെ കാൽകൈകൾ നഷ്ടപ്പെടുന്നത്. നമ്മൾ സമാധാനമായ ഇവിടെ അന്ത്യം ഉറങ്ങുന്ന സമയത്ത് സിയാച്ചിൻ എന്നുള്ള അങ്ങനെയുള്ള ഭീകരമായ പോസ്റ്റുകളിൽ ജോലി ചെയ്ത് ഈ 2 കാലിൻ്റെ താഴെ ഇത് നഷ്ടപ്പെട്ട് സാറിൻ്റെ കൈ കണ്ടില്ലേ, ഇത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇത് പ്രേക്ഷകർ മുഴുവൻ മനസ്സിലാക്കണം എന്നുള്ള ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്.